ഹായ് ഫ്രണ്ട്സ്, കേരള ട്രാവൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ നമ്മുടെ യാത്ര നെയ്യാർ ഡാമിലേക്കായിരുന്നു. നെയ്യാർ ഡാമിൻ്റെ അടുത്തുള്ള കള്ളിക്കാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാറി വാവോട് പള്ളിയോട് ചേർന്ന് കിടക്കുന്ന വഴിയിലൂടെ മുകളിലേക്കാണ് ഇന്ന് നമ്മൾ യാത്ര പോകുന്നത്. ഈ കാണുന്ന മനോഹരമായ പാറയിലേക്ക്. ഇതാണ് അലവൂർ പാറ. ടൂറിസത്തിന് പറ്റിയ ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണ് നമ്മുടെ ഈ അലവൂർ പാറ. പക്ഷേ അതിൻ്റേതായ യാതൊരു പുരോഗമനവും ഇവിടെ ഒന്നും കാണാനില്ല. മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ പാറയൊക്കെ നല്ല വെഴുക്കലാണ്. പക്ഷേ ഇവിടെ നിന്ന് കയറുന്ന ഓരോ കാഴ്ചകളും വളരെ മനോഹരം നിറഞ്ഞ കാഴ്ചകളാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നെയ്യാർ ഡാമിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ ആകാശത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ടൂറിസത്തിന് വേണ്ട പുരോഗതികളൊക്കെ ഇവിടെ ചെയ്ത് ഇവിടെ നല്ല രീതിയിൽ ടൂറിസ്റ്റ് പ്ലേസ് ആക്കി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ അലവൂർ പാറയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ ആളുകൾക്ക് ഒരു വരുമാനവും കിട്ടും. അവിടെ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടിനുള്ള കിടിലൻ പ്ലേസ് തന്നെയാണ്. പണ്ട് കാലത്ത് തിരുവോണത്തിൻ്റെ തലേന്ന് ഉത്രാട നാളുകളിൽ ഇവിടെ പല ആചാരങ്ങളും നടന്നതായി കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കുരിശുമല കയറാനായി ഒരുപാട് വിശ്വാസികൾ വരാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബൈക്ക് റൈഡേഴ്സും അഡ്വഞ്ചേഴ്സും ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. പക്ഷേ ഇവിടെ ടൂറിസത്തിനായി വികസനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റുകളെ ഇവിടെ ആകർഷിക്കാനായി നമുക്ക് സാധിക്കും. സുരക്ഷിതമായി പിടിച്ച് പാറയുടെ മുകളിലേക്ക് കയറാനുള്ള എന്തെങ്കിലും സൗകര്യവും അതുപോലെ തന്നെ പാറ കയറി വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റും. ഈ കാണുന്നത് മലബാർ മിൽക്ക് ഫാക്ടറിയാണ്. ഇവിടെ ഒരു നല്ലൊരു വാച്ച് ടവറും അതുപോലെ തന്നെ സിപ്പ് ലൈനും കൂടി ഉണ്ടെങ്കിൽ നെയ്യാർ ഡാം സന്ദർശിക്കാൻ വരുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ കാണുന്ന അലവൂർ പാറയിലേക്കും എത്താൻ ഒരുപാട് ചാൻസ് ഉണ്ട്. കാരണം അത്രയും നല്ല ആകർഷണം ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാട്ടോ ഈ അലവൂർ പാറ. ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് നെയ്യാർ ഡാമിൻ്റെ ഒരുപാട് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അങ്ങ് അകലെയായി ഈ കാണുന്ന നെയ്യാർ ഡാമിൻ്റെ ഒരു സൈഡ് വശമാണ്. നെയ്യാർ ഡാമിൽ നമ്മൾ കൊടുക്കുന്ന എൻട്രൻസ് ഫീസ് പോലത്തെ ഒരു ഫീസും ഇവിടെ വെച്ച് ഇവിടെ നല്ല രീതിയിൽ ടൂറിസം വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പഞ്ചായത്തിലേക്ക് ഒരു വരുമാനവും അതുപോലെ തന്നെ ഈ കിടക്കുന്ന അലവൂർ പാറയുടെ സൈഡ് വശത്തായി താമസിക്കുന്ന വീട്ടുകാർക്കൊക്കെ ഓരോ വരുമാന രീതികളും വരും. ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ചായയും കാപ്പിയും ഊണുമൊക്കെയായി പല വീട്ടുകാർക്കും ഹോട്ടലുകൾ തുടങ്ങാനും അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ താമസിക്കാനുള്ള ചെറിയ ഹോം സ്റ്റേ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി വരാം. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ കീഴിലായി ഈ അലവൂർ പാറയുടെ മുകളിലായി ടെൻറ്റ് സൗകര്യം ഒരുക്കിയാൽ അങ്ങനെയും ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ സാധിക്കും. അലവൂർ പാറയിൽ നിന്നും നേരെ മുൻപിലായി കാണുന്ന പാറയുടെ മുകളിലായാണ് കാളിപാറ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാവിലെയും വൈകിട്ടുമൊക്കെയാണ് ഈ പാറയുടെ മുകളിൽ വരാൻ പറ്റിയ കറക്റ്റ് ടൈമിംഗ്. രാവിലെ ആണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു സൺറൈസും കിട്ടും. വൈകിട്ടാണെങ്കിൽ ഒരു സൺസെറ്റിനും പറ്റിയ ഒരു സ്പോട്ട് കൂടിയാട്ടോ നമ്മുടെ ഈ അലവൂർ പാറ. രാവിലെ ആണെങ്കിൽ നല്ല മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ നല്ല കിടിലൻ ഫോട്ടോ എടുക്കാനും നല്ല വീഡിയോസ് എടുക്കാനും പറ്റിയൊരു ടൈമിംഗ് ആട്ടോ. പാറയിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും ചെറിയ റിസ്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ചു വേണം ഇവിടെ കയറാനും തിരിച്ചിറങ്ങി പോരാനും. അലവൂർ പാറ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഇവിടുത്തെ അധികാരികളൊക്കെ ചെയ്യട്ടെ. വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.